നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എനിക്കിവിടെ ഒരു പച്ചച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പച്ചച്ചക്ക ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. പച്ചച്ചക്ക ഉപയോഗിച്ചിട്ടുള്ള പല റെസിപ്പികളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പച്ചച്ചക്ക ഉപയോഗിച്ചിട്ട് നല്ല കിടിലനായിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഷേക്കാണ്. ഒരിക്കലും നമ്മൾക്ക് തോന്നില്ല ഇത് പച്ചച്ചക്ക ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണെന്ന്. ഒരു ചക്കയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ഷേക്ക് പോലെ തന്നെയാണ് തോന്നുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചക്ക ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിന് ഞാൻ ചക്കച്ചോള പറിച്ചെടുക്കുകയാണ്. ചക്കച്ചോള പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മടലും ചവണിയൊക്കെ കളയല്ലേ ചെയ്യാം. പക്ഷേ ഈ മടലും ചവണിയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല കിടിലനായിട്ടുള്ള ഐറ്റംസ് വേറെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇതിനു മുൻപ് ചക്ക മടലും ചവണിയൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള മിക്സ്ചറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ചക്ക മടൽ കൊണ്ട് നമുക്ക് നല്ല ഫ്രൈ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഒരിക്കലും പറയില്ല അത് ചക്ക മടൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. എന്നാൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക മടൽ ഉപയോഗിച്ച് തന്നെയുള്ള വേറൊരു റെസിപ്പി കേട്ടോ. വേറൊന്നുമല്ല, ചക്ക മടൽ കൊണ്ടാട്ടാണിത്. ഒരു വെറൈറ്റി ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമുക്ക് ചെയ്തു വെക്കാം കേട്ടോ. ഈ കൊണ്ടാട്ടമൊക്കെ ചക്ക ഉള്ളവർക്ക് ചെയ്തു വെക്കാവുന്നതാണ്. നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ചക്ക മടൽ കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ഈ ചക്കയുടെ ഈ മടലുണ്ടല്ലോ, ഈ മടൽ നമുക്കിതിൻ്റെ പുറത്ത് ഈ പച്ച മുള്ള് ആദ്യം കളയാം. ഇനി ഇത് കളഞ്ഞു. ഇനി അകത്തെ ഈ ചവണികളും കളയണം. അത് നീറ്റാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ഇത് കറക്റ്റ് മുറിച്ചെടുക്കാൻ പറ്റുക. ഇതുപോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ഞാൻ മുള്ളും അതുപോലെ തന്നെ ഈ സൈഡൊക്കെ ക്ലീൻ ചെയ്തെടുത്താട്ടോ. ഇത് ഇങ്ങനെ ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ ചക്ക മടൽ കൊണ്ട് ഇതിനു മുൻപ് ഞാൻ ഒരു ചക്ക മടൽ ഫ്രൈൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെ കനം കുറച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുഴുവൻ ചക്കമടലും നമുക്ക് മുറിച്ചെടുക്കാം. ചക്കമടൽ ഫ്രൈ നല്ല ടേസ്റ്റ് കേട്ടോ. ചക്കമടൽ ഫ്രൈയുടെ വീഡിയോ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഏതായാലും ചക്കയുടെ സീസൺ അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണേ. നമുക്കിങ്ങനെ മുഴുവൻ ചക്കമടലും മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്ത ചക്കമടലിനെ ഞാനൊരു പ്രഷർ കുക്കറിലോട്ട് എടുക്കണേ. നന്നായി കഴുകിയതിന് ശേഷം കേട്ടോ ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചതിന് ശേഷം കഴുകിയെടുത്താൽ മതി. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ കല്ലുപ്പ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് പകരമായിട്ട് വെറുതെ ഉപ്പ് മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കണേ. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നനവ് കുറവായിരുന്നില്ല. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കല്ലുപ്പായതുകൊണ്ട് കല്ലുപ്പ് ഒന്ന് മിക്സ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരൊറ്റ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി അത് കുക്കർ തുറക്കണം. നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു അരിപ്പയിലോട്ട് മാറ്റണേ. നമ്മുടെ ചക്ക മടൽ വേവിച്ചെടുത്തതാണ്. ഒരുപാട് വെള്ളമൊന്നുമില്ല, കാരണം ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളമല്ലേ ഉള്ളൂ ഒഴിച്ചിട്ട്. ഞാനിതിനെ ഒരു ട്രേയിലോട്ട് ഒഴിച്ചിരിക്കണേ.
ഈ ട്രേയിലോട്ട് മാറ്റിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഒരു 2 ദിവസം വെയിൽ കൊള്ളുമ്പോഴേക്കും തന്നെ ചുങ്ങി വരും. ഇതിന് വെയിലത്ത് വെച്ചിട്ട് വരട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഒരാഴ്ച ഉണക്കിയെടുത്ത ചക്കയുടെ മടലാട്ടോ ഇത്. നമ്മൾ വലിയൊരു ട്രേയിലല്ലേ ഉണക്കാൻ വേണ്ടി വെച്ചത്. അത്രയും മടൽ ഉണങ്ങി വന്നപ്പോഴും ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 2 പിടി ഉണ്ടാവും അല്ലേ, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ കൊണ്ടാട്ടമൊന്നും അധികം യൂസ് ചെയ്യില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഒരു 3-4 പ്രാവശ്യം ഫ്രൈ ആയുള്ള കൊണ്ടാട്ടം ഉണ്ട് കേട്ടോ. നമ്മുടെ കൊണ്ടാട്ടം നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്താൽ എന്താ ടേസ്റ്റ് എന്ന് കൂടെ അറിയണ്ടേ. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഫ്രൈ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഞാൻ ഒരുപാടൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു പിടി കൊണ്ടാട്ടോ ഇടുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കൈപ്പൊക്കെ കൊണ്ടാട്ടമൊക്കെ ഫ്രൈ ചെയ്യുമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടേ. കൈപ്പൊക്കെ കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, അതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കൊണ്ടാട്ടോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ ചോറ്. ഇപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയാണേ. എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റാം. നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത കൊണ്ടാട്ടാണിത്. കണ്ടോ, നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ഒക്കെ കൂടെ ചെയ്യാം. കുറച്ച് ഹാർഡ് തന്നെ കേട്ടോ. നമ്മൾ ചേന കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാറില്ലേ, ചേന വേവിച്ചിട്ട് ഉണക്കിയിട്ട് ഉണ്ടാക്കുന്ന കൊണ്ടാട്ടം, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്കയുടെ സീസണിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. അടിപൊളി കൊണ്ടാട്ടം.